അയൽ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ ഇന്ത്യയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ. ആകാശമിനി ഇന്ത്യയുടെ വിരിമാറിൽ, അതും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ. പ്രിയ പ്രേക്ഷകരെ, ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് എന്ന നയങ്ങൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, വെറും ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യത്ത് നിന്ന് ലോകോത്തര പോർ വിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. എന്തായാലും വാർത്ത ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ ഉയരാൻ പോകുന്നത് 15,000 കോടി രൂപയുടെ മെഗാ പ്രോജക്റ്റ് ആണെന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതും ഇന്ത്യയുടെ അഭിമാനമായ 5ാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനമായ AMCA നിർമ്മിക്കുന്നതിന് വേണ്ടി. ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് എന്തുകൊണ്ടൊരു ഗെയിം ചേഞ്ചർ ആകുന്നു? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആന്ധ്രാപ്രദേശ് സർക്കാർ ഈ പദ്ധതിക്കായി 600 ഏക്കർ സ്ഥലമാണ് ഇതിനോടകം അനുവദിച്ചിരിക്കുന്നത്. കൂടാതെ ഭാവിയിലെ വികസനത്തിനായി 400 ഏക്കർ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. 2026 മെയ് 15 ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഈ ചരിത്ര പ്രധാനമായ പ്രോജക്റ്റിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്നതാണ്. ഇനി ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, നിക്ഷേപം 15,000 കോടി, സ്ഥലം വരുന്നത് പുട്ടപർത്തി ശ്രീ സത്യസായി ജില്ല. ലക്ഷ്യം ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനമായ AMCA നിർമ്മിക്കുക. ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ഭാഗമാകാൻ പോകുന്ന ഈ വിമാനങ്ങൾ കാലപ്പഴക്കം ചെന്ന സുഖോയി Su-30 MKI പോലെയുള്ള വിമാനങ്ങൾക്ക് പകരമായി ആകാശത്ത് കരുത്ത് തെളിയിക്കുമെന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഇത്രയും സവിശേഷമാകുന്നത്? ഇത് കേവലം ഒരു പോർ വിമാനം മാത്രമല്ല, ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ നീക്കങ്ങൾ നടത്താനുള്ള അസാധാരണ ശേഷി ഇവയ്ക്കുണ്ട്. AI അധിഷ്ഠിത ഏവിയോണിക്സ് ആണ് ഇവയിലുള്ളത്. അത്യാധുനിക സെൻസറുകളും കൃത്രിമ ബുദ്ധിയും ഉപയോഗിച്ച് കൃത്യതയോടെയുള്ള മുന്നേറ്റമാണ് AMCA മുന്നോട്ട് വയ്ക്കുന്നത്. വ്യോമാക്രമണം, സുരക്ഷാ ദൗത്യങ്ങൾ, നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം മികവ് പുലർത്തുന്നു. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ നേതൃത്വത്തിലാണ് ഈ അത്യാധുനിക വിമാനങ്ങൾ ഒരുങ്ങുന്നത്. 2029ഓടെ ഇതിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 2035ഓടെ പൂർണ്ണ തോതിലുള്ള ഉൽപാദനം ആരംഭിക്കും. ഇത് മറ്റ് രാജ്യങ്ങളുടെ മുന്നേറ്റങ്ങൾക്കുള്ള ശക്തമായ ഒരു മറുപടി കൂടിയാണ്. ഇന്ത്യയുടെ പുതിയ ഡിഫൻസ് ഹബ്ബായി ശ്രീ സത്യസായി ജില്ല മാറും എന്നതാണ്. പല സമുദ്രത്ത് 500 കോടി ചെലവിൽ 1000 ഏക്കറിലായി ഡിഫൻസ് സിസ്റ്റം ഇന്റഗ്രേഷൻ കോംപ്ലക്സ്, അതുപോലെ തന്നെ മടക്കശിരയിൽ 2500 കോടി ചെലവിൽ പ്രതിരോധ നിർമ്മാണ കേന്ദ്രം. ബംഗളൂരുവിലെ സ്ഥല പരിമിതികളെ മറികടക്കാനും വ്യോമയാന പ്രതിരോധ മേഖലകളിൽ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും ഇത്തരം സംരംഭങ്ങൾ സഹായിക്കുമെന്നത് എടുത്തു തന്നെ പറയണം. ഈ പദ്ധതി രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ജനങ്ങൾക്ക് ഇത്തരം പദ്ധതികൾ എങ്ങനെയാണ് സഹായകരമാകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം നമുക്ക് കിട്ടാനുണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ഈ പദ്ധതി രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നു എന്നതാണ്. നൂതന സാങ്കേതിക വിദ്യകൾ, റോബോട്ടിക്സ്, അഡ്വാൻസ്ഡ് മെറ്റീരിയലുകൾ എന്നീ മേഖലകളിൽ പുതിയ സംരംഭങ്ങൾക്ക് ഇത് വഴിയൊരുക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.